കണക്കിലെഴുതിക്കും. കാശ് കുറെ ആയി തരാവിടോ. വിഷയത്തിനെത്തി കവലയിൽ ബസ് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇത്ര പെട്ടെന്ന് പോടാ. പൂജപ്പനം ഇവിടെ എത്താൻ പിന്നെ ഒരാഴ്ച വേണോ? നീ പോടാ. ആവു, വിശ്വത്തിനോട് വന്നു തരാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. തികഞ്ഞു ആകാശവും ഭൂമിയും പേടിയില്ലാത്തവനാണ് ആള്. ഇവനല്ലേ ആ വിശ്വനാഥൻ? അതെ, കൊലക്കുറ്റത്തിന്റെ ശിക്ഷയും കഴിഞ്ഞ് വരിക. വിശ്വനാഥൻ എത്തിയെന്ന് കേട്ടു. എത്തിയോ? ഇനി കൊച്ചൗസേപ്പേട്ട നോക്കിക്കോ, കാര്യങ്ങൾക്കൊരു ചൂടുണ്ടാകും. അവൻ ആള് പോക്കിരിയാണേലും വെട്ടേണ്ട പോലെ വെട്ടാനും കുത്തേണ്ട പോലെ കുത്താനും അവനെ കഴിഞ്ഞേ ആളുള്ളൂ. അപ്പൊ ഇനി ഇവിടെ കുറെ ചോര ഒഴുകും. ഒഴുകട്ടെ, നല്ലോണം ഒഴുകട്ടെ, കാണാൻ നല്ല രസമായിരിക്കും. എന്തോ നാടി മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? ചെത്തിപ്പറക്കി തീർന്നെ കൊണ്ട് പുഴുങ്ങടി. അല്ലേ വേണ്ട, അപ്പനും മോനും പോയിട്ട് മതി. വേടാ. അപ്പം പോയിക്കോ, ഞാൻ വന്നോളാം. ഇത് നല്ല വേവുള്ള വേവ് സ്വപ്പ കുറവാ. കേറി പൊടിയകത്ത്. അല്ലേ വേവ് നോക്കാം. നീ ഏതാ? വേലപ്പാടത്തെ കുറുപ്പച്ചന്റെ മോനാ. ബാലു അല്ലേ? അതെ. ഞാൻ പോകുമ്പോ നീ കൊച്ചാ, വലുതായി പോയി. വിശ്വനാഥൻ വന്നൂത്രേ. ഓ, എങ്കി ഒട്ടും താമസിക്കാണ്ട് ഒരാളെ പറഞ്ഞേച്ച് അയാളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. നമ്മളെ കൂട്ടത്തിൽ പിടിച്ചങ്ങോട്ട് നിർത്തുക. നമ്മുടെ കൂട്ടത്തിലല്ലാതെ അവൻ വേറെ എവിടെ പോവാൻ? ഏയ്, അങ്ങനെ കരുതണ്ട. അവനൊരു പ്രത്യേക ഇനാ. അല്ല, അത് രാവണിയാർക്കും അറിയാലോ. ശരിയാ, ഇടഞ്ഞു നിന്നാൽ അതും ദോഷം. ഇവനെ വിട്ടോ? ഒന്ന് നേരെ നില്ലടാ, പിന്നെ ഒന്ന് കുളിപ്പിക്കാവോ? ഞാൻ നോക്കട്ടെ. വിഷ്ണു വരുന്ന വഴിയല്ലേ? എന്തു പറ്റി കാലില്? വയനാട്ടിൽ നിന്ന് ലോഡും കയറ്റി വരുന്ന വഴിക്ക് ലോറി ഒന്ന് പാടി. തേക്കന്തടി ആയിരുന്നു, കെട്ടുപൊട്ടിപ്പോയി. ലോറി കൊക്കയിലോട്ട് മറിയുന്നപ്പോ ഞാൻ എടുത്തിട്ട് ചാടി. ഭാഗ്യത്തിന് ഇത്രേ പറ്റിയുള്ളൂ. ലോറിപ്പണി പിന്നെ അതോടങ്ങ് നിർത്തി. പഴയ കഥകളൊന്നും ഓൻ ഓർക്കൂല. ജാതി സ്നേഹത്തിന്റെ പേരിൽ ഓൻ ഓരുടെ കൂടെ നിൽക്കും. മുമ്പും പിമ്പും നോക്കാത്ത സ്വഭാവമാണോ അവന്റേത്? എങ്കിൽ അതും കൂടി കണ്ട് നമ്മൾ കരുതി നിൽക്കും. നിക്കണം, അതാ പറഞ്ഞത്. ഓനെ വിശ്വസിക്കാൻ കൊള്ളൂല. കിട്ടുമല്ലേ? ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയോ? തൽക്കാലം ഒതുങ്ങിയ മട്ടാണ്. വരട്ടെ. എന്താ ശിവ? ഒന്നുമില്ല. സുന്ദരനല്ല? അച്ഛനെ ഞാനിപ്പോ കണ്ടു. തന്നെയാ? എങ്ങോട്ടാ? എവിടുന്ന് വരുന്നു? എന്താണോ ചോദിച്ചു കേട്ടില്ലേ? എവിടുന്നാ വരുന്നേ? നിനക്കെന്താ അവിടെ കാര്യം? കാര്യമുണ്ട്. വിശ്വനാഥനും വേണ്ട വരമുള്ളേ, നമ്മൾ നടത്താൻ നിൽക്കില്ല. വിട്ടേരെ. വിശ്വനാഥൻ പൊയ്ക്കോ. ഓഹോ, ഇവനാണ് വിശ്വനാഥൻ? അതെ. അമ്മേ, അച്ഛാ, വിശ്വട്ടൻ വരുന്നു. ഈ അമ്മ എവിടെയാ? എന്ന് വിട്ടു? ഇന്നലെ
നേരെ ഇങ്ങോട്ട് പോന്നു അല്ലേ? ഈ കുടുംബത്തിൽ തീ കോരിയിട്ടിട്ട് മതിയായില്ല നിനക്ക്, അല്ലേടാ? അച്ഛാ മിണ്ടരുത്. ഇവിടെ ഇവന് വേണ്ടി ഒരുത്തം പോലും വക്കാലത്ത് പറയരുത്. നിന്നെ പോലൊരുത്തനെ നൊന്തു പറ്റതാടാ ഞാൻ ചെയ്ത തെറ്റ്. താഴത്തെ നിലത്തും വെക്കാതെ പൊന്നുപോലെ വളർത്തി. എന്നിട്ട് നീ ജയിലിൽ കിടന്ന് ചത്തു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആശ്വസിച്ചേനെ. ഒരു ഉപകാരം ചെയ്യും. അന്ന് അയാളെ കുത്തി വളർത്തിയ കത്തിയില്ലേ ഇപ്പോഴും കയ്യിൽ? എന്നെ ഇവിടെയും നിന്റെ കൂടപ്പിറപ്പിനെ കുത്തിക്കൊല്ലി, എന്നിട്ട് ആയിക്കോ എന്തു വേണമെങ്കിലും. ബഷീറേ, ബഷീറല്ലേ ഇവിടെ? ഉണ്ട്. ഇക്കാ, ആരാ വിവാത്തു? ഞാനാടാ. സ്വന്തം വീട്ടിൽ സ്ഥാനമില്ല. നാട്ടിൽ പണ്ടേ എന്നെ എല്ലാവർക്കും വെറുപ്പാ. ഇത്രയും വലിയൊരു ശിക്ഷ ഒരു തെറ്റിന്. ആ ചായ എടുക്കട്ടെ? വേണ്ട, നീ അപ്പുറത്ത് പോ. ബഷീറേ, നീ ഈ വന്നത് വന്നു. മേലാൽ ഈ പടി കയറരുത്. ഞങ്ങളുടെ ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല. നിങ്ങളുടെ ആൾക്കാർ? അതെ, നീ മാത്രമല്ല, നിന്റെ ജാതിയിൽപ്പെട്ട ആരും. ജാതിയോ? എടാ, ഹാജിയാരും രാവണി നായരും തമ്മിൽ പഴയ പക പോക്കുന്നതിന് നമ്മളെന്തിനാടാ ശത്രുക്കളാവുന്നത്? നീ ഹിന്ദുവും ഞാൻ മുസ്ലിമും ആയതുകൊണ്ട്. ഹിന്ദുവും മുസ്ലിമും പോത്തുപള്ളിക്കൂടെ മേയാൻ പണ്ട് ഓല ചുമന്നത് നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ? കാവിലപ്പൂരത്തിന് കുരുത്തോല വെട്ടാൻ ആദ്യം നീങ്ങിക്കറിയ നീയല്ലേ? അതൊക്കെ പണ്ട്. ഇന്ന് അതല്ല. നീയും നിന്റെ കൂട്ടരും ഞങ്ങളുടെ ശത്രുക്കളാണ്. നീ പൊയ്ക്കോ. ഇന്നോ ഇന്നലെയോ മാർക്കം കൂടി ഉണ്ടായവരല്ല നമ്മളാരും. തലമുറകളായിട്ടേ നമ്മൾ ഹിന്ദുക്കളാണ്. ഈ നാട് നമ്മുടെ ഹിന്ദുക്കളുടെ നാടാണ്. നമ്മള് കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ മറ്റാരും. അത്രേ ഉണ്ടാകാവൂ. എന്നെ വിളിപ്പിച്ച എന്തിനാ അത് പറയും. പറയാം. അമ്പലത്തിലെ എഴുന്നള്ളിപ്പ് തടയാൻ മാപ്പിളാരൊരു ശ്രമം നടത്തി. അത് ചൊല്ലി തുടങ്ങിയ കശപശയാണ് ഇവിടം വരെ എത്തിച്ചത്. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല, ഉറപ്പാ. ഇനി അവന്മാര് തലപൊക്കിയാൽ മർമ്മത്തിന് കൂട്ടി ഒതുക്കണം. ആൾബലവും ശക്തിയും കൊണ്ടേ അത് പറ്റൂ. വിശ്വനാഥൻ വേണം എല്ലാറ്റിനും മുമ്പിൽ. എന്തിന്? കുത്തിമലത്താൻ അല്ലേ? വേണ്ടി വന്നാൽ. മനസ്സില്ല. വിശ്വനാഥ, ഇത് നമ്മുടെ സമുദായത്തിന്റെ പ്രശ്നമാണ്. 7 കൊല്ലം മുമ്പ് എന്നെ വിലങ്ങ് വെച്ച് ഇതിലേ കൊണ്ടുപോയപ്പോ ഒരുത്തനെയും കണ്ടില്ല. സമുദായം എനിക്കറിയാം എല്ലാത്തിനെ. ലോഹ്യം പറയാൻ വന്ന പോനെ എടങ്ങേറ് പറഞ്ഞിറക്കി ഇവിടെ ഉണ്ടായിരുന്നു ബഷീർ. ആ കാഫറിന്റെ ലോഹ്യം കുറച്ചു മതി. ഏതായാലും രാവണിയാരുടെ വലയിലാവും വീണില്ല. ഉറപ്പിക്കണ്ട, ജാതി അതാ. നമ്മൾ സൂക്ഷിച്ചു തന്നെ നിന്നാ മതി. മറ്റാരെക്കാളും നിനക്ക് മനസ്സിലാകും. അന്ന് നീ സഹിച്ചത് കൊണ്ട് ഒരുത്തന്റെ ചോരയെ വീണുള്ളൂ. പക്ഷെ അവിടെ അങ്ങോട്ട് നിന്നില്ല മോൻ. ആണ്ടോടാണ്ട് ഇതിപ്പോ എത്ര തവണയായി, എത്ര എണ്ണമായി എന്ന് കരുതി ചത്തുവരയാൻ വിട്ടൂടല്ലോ. നീ ഇപ്പൊ വന്ന് നന്നായി മോനെ. ഒരു തുണയായില്ല. 7 കൊല്ലം അഴിയെണ്ണാൻ എനിക്കാരും തുണയുണ്ടായിരുന്നില്ല. കൊടുക്ക ബഷീറിന് വരെ ഞാൻ ശത്രു. മടുത്തു. ചാവാനുള്ളത് ചത്തു തൊലയട്ടെ, ഞാനാര് തടയാൻ? വിശ്വനാഥ,
ഒന്നിനും എന്നെ കാക്കണ്ട. ഒരു വിശ്വനാഥൻ, നിങ്ങൾ അവനെ കണ്ടോടാ? ആ, ഒരു ദിവസം അവൻ എന്റെ മുമ്പിൽ വന്ന് ചാടും. ചാടിയില്ലെങ്കിൽ ഞങ്ങൾ ചാടിക്കും. ഈ കത്തിമോനെ കുരുക്കാനുള്ള ആളാ അവന്റെ കുടൽമാല. എന്താ വിശ്വ തിരിച്ചു പോകുന്നത്? ഒന്നും വേണ്ടേ? വേണ്ട, ഇനിയും ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ താല്പര്യമില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്താൽ നാളെ പറയും തിണ്ണവിടേക്കാന്ന്. അതാ വിട്ടു കളഞ്ഞത്. അവൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഇനിയും കാണുമല്ലോ. അതാ പേടി. ഇറങ്ങിപ്പോന്നപ്പോ നീയും പറഞ്ഞില്ലല്ലോ നിൽക്കാൻ. ചേട്ടാ, ഞാൻ സാരമില്ല, മോള് പൊയ്ക്കോ. ചേട്ടാ, എനിക്ക് നിന്നോട് വഴക്കൊന്നുമില്ല, പൊയ്ക്കോ. വഴക്കും ബഹളവും പിന്നെ പോട്ടേന്ന് വെക്കാം. ചാവാനുള്ള ഒരു ചത്തേ പറ്റൂ. പക്ഷെ അതിന്റെ ഇടയിൽ ഈ നശിച്ച പോലീസ് കാവലാ ചതിയായി പോയത്. അതെന്താ ചേട്ടാ? ആൾക്കാര് പണ്ടത്തെ പോലെ പുറത്തിറങ്ങി നടക്കാതെ എങ്ങനെയാടാ ക്രയവിക്രയം നടക്കുക? ക്രയവിക്രയോ? ആ, പണയപ്പാടുമായിട്ട് വരിക, കടം മേടിക്കുക, പലിശയും മുതലും തിരിച്ചടക്കുക, വീണ്ടും പണയം വെക്കുക. ക്രയവിക്രയം നടന്നാലല്ലേ പെട്ടിയിൽ 10 പുത്തം വീഴത്തുള്ളൂ. അഞ്ഞിമുട്ടിക്കുന്ന ഒരു ഏർപ്പാടായി പോയല്ലോ എന്റെ കർത്താവേ. കുടിക്കാൻ കാപ്പിയോ മറ്റോ എടുക്കണോ? ഇവിടെ ആർക്കൊന്നും വേണ്ട. ഇനി അതും കൂടി കുടിച്ച് മുടിപ്പിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. കാപ്പി ആർക്ക് തിന്നാനാ നിങ്ങൾ ഈ മുക്കിഞ്ഞരിക്കും സമ്പാദിക്കുന്നത്? നിന്റെ അമ്മയുടെ 40 അടിന്റെ അടുത്ത് പാച്ചോറ് വെക്കാൻ. വെറുതെ അല്ല കർത്താവ് തമ്പുരാൻ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം തരാത്തത്. ദൈവാനുഗ്രഹം കൊണ്ട് അത്രയും പണച്ചെലവ് കുറഞ്ഞു എന്ന് കരുതുകയല്ല വേണ്ടത്. ശവം പള്ളിയായ പള്ളിക്കൊക്കെ നേർന്നോളും ഗർഭം ഉണ്ടാവാൻ, മുടിപ്പിക്കാൻ. എടാ മക്കളെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇവിടത്തെ വഴക്കും ബഹളവും ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു തീർക്കണ്ടേ? തീർന്നു കിട്ടിയാ നല്ലതാണ്. അതിനൊക്കെ മെനക്കെടാൻ ഇവിടെ ആർക്കാ സമയം? ആർക്കുമില്ലെങ്കിൽ എനിക്കുണ്ടടാ. ആചാരുടെ ബാബയും ആ രാമണി നായരുടെ അച്ഛനും ഞാനും കൂടി ഒരുമിച്ചാ ഈ മണ്ണിൽ ആദ്യം കുടിയേറി പാർത്തത്. അന്നിവിടെ ജാതിയും മതവും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ സന്തതി പരമ്പരകള് ചേരി തിരിഞ്ഞ് തമ്മിത്തല്ലി നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്കാർക്കും ആരോടും ശത്രുതയില്ല. പക്ഷേ അടിച്ചൊതുക്കാനും മെക്കെട്ട് കയറാനും വന്ന താന്നു കൊടുക്കാൻ പറ്റൂല, ഈ ജമ്മത്ത് പറ്റൂല. അടിച്ചൊതുക്കാനും മെക്കെട്ട് കയറാനും ആരും വരില്ലെങ്കിൽ വരില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഒരു പരസ്പര ധാരണ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങോട്ടൊരാക്രമണത്തിന് മുതിരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഉറപ്പാണ് മോനെ. ഉറപ്പാണ്. അവർക്ക് രണ്ടു കൂട്ടർക്കും സമരിയാവാൻ സമ്മതമാണെങ്കിൽ പിന്നെ നമ്മൾ സത്യവിശ്വാസികൾക്ക് എന്നതാ എതിർപ്പ്? ആ പലിശ ഇതുവരെ കിട്ടിയിട്ടില്ല. ആ, തിരുത്താൻ തയ്യാറായ മനസ്സും പൊരുത്തപ്പെടാൻ തയ്യാറായ മനുഷ്യരും. ഇനി ഇവിടെ സമാധാനത്തിന് കാക്കിയുടെ കാവൽ വേണ്ട സാർ. ഇനി നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ദയവായി ഇവിടെ നിന്ന് പോലീസിനെ പിൻവലിക്കണം സാർ. എന്താ എല്ലാരും സമ്മതിച്ചല്ലോ? ഞങ്ങൾ പൊരുത്തപ്പെടാൻ തയ്യാറാണ് സർ. വഴക്കനും വയ്യാവേരിക്കും ഇനി ഞങ്ങളില്ല.